Xylem Learning മക്കളെ, നമുക്ക് ഇനി അങ്ങോട്ട് മുഴുവൻ പരീക്ഷയ്ക്കുള്ള സമയമുണ്ട്. പക്ഷേ നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിക്ക് ഇനി 3 ദിവസം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കൂടുതൽ പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം ക്ഷമയോടെ കൂടുതൽ സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നു, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്നത് നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്റെ മക്കൾ കാണാം. അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ എക്സാമിന് നിങ്ങൾക്ക് വരുന്ന പാറ്റേണിൽ തന്നെയാണ് മിസ് ക്വസ്റ്റ്യൻ തരുന്നത്. ഏകദേശം 40-30 മാർക്കിലും മേലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ നേടാൻ പറ്റും. അത് ഷുവറാണ്, പക്കായാണ്. ഓക്കെ, നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലത്തിനെ നമ്മൾ പ്ലൂറ എന്നാണ് പറയുക. പ്ലൂറ. Which among the given animal is the odd one in connection with excretory organ? Write the common features of others. Snake, earthworm, fish, frog. പാമ്പുണ്ട്, മണ്ണിരയുണ്ട്, മത്സ്യമുണ്ട്, തവളയുണ്ട്. ഇതിൽ ഫിഷ്, ഫ്രോഗ്, സ്നേക്കിനൊക്കെ നമുക്കറിയാം എന്താണ്? എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? എർത്ത് വേം ആണ്. എർത്ത് വേം ആണ് അല്ലെങ്കിൽ മണ്ണിരയാണ്. ബാക്കിയുള്ളത് എന്താണ്? അതേഴ്സ് have kidney as their excretory organ. ബാക്കിയുള്ളവയുടെ വിസർജ്യ അവയവം വൃക്കയാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ബീജ സംയോജനം നടക്കുന്നത് എന്നാണ്? അത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിയിലാണ്. ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീമെയിൽസ് ഇസ് 12 to 16 gram/liter ആണ്. പുരുഷന്മാരിൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പുരുഷന്മാരിൽ നമുക്കറിയാം 14 മുതൽ 18 gram/deciliter ആണ്. 14 മുതൽ 18 gram/deciliter. ഓർത്തു വെക്കണേ, ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. നെയിം ദ പോസ് പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് ഗ്രാസ് ലീവ്സ് ടു എലിമിനേറ്റ് എക്സസ് വാട്ടർ. അതിന് നമ്മൾ പറയുന്നത് ഏതാണ്? എക്സസ് വാട്ടറിനെ പുറത്തേക്ക് കളയാൻ ഹൈഡത്തോട്. ഹൈഡത്തോട്. യെസ്, അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. പെൽവിസ് റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. അല്ലെ, യൂറിന് വൃക്കൽ അല്ലെങ്കിൽ നെഫ്രോണുകളിൽ നിന്ന് നേരെ ഒഴുകി എത്തുന്ന എങ്ങോട്ടേക്കാണ്? പെൽവിസിലേക്കാണ്. അഫറൻ വെസൽ, ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ ആണോ? അല്ല, അത് തെറ്റാണ്. കോർട്ടെക്സ്, ഡാർക്ക് റീജിയൻ ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. തെറ്റാണ്. ലൈറ്റ് കളർ ഔട്ടർ പാർട്ട് ഓഫ് കിഡ്നി, അതും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ആദ്യത്തെ പെൽവിസ് ആണ്. അടുത്തത് 2 മാർക്കിന്റെ ചോദ്യം നോക്കാം. ഡ്രിങ്കിങ് എ ലോട്ട് ഓഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റിംഗ് ടൈംലി ഹെൽപ്സ് ടു അവോയ്ഡ് യൂറിനറി ഇൻഫെക്ഷൻസ്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ധാരാളം വെള്ളം കുടിക്കുകയും യഥാസമയം മാത്രം മൂത്രമൊഴിക്കുകയും ചെയ്യുന്നത് മൂത്രാശയ രോഗങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ പ്രസ്താവനയോട് യോജിക്കുന്നു? ഉണ്ട് അല്ലെ. ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങനെ പറയാം? വൈൽ പാസിംഗ് യൂറിൻ മെനി പാത്തജൻസ് ആർ വാഷ്ഡ് ഔട്ട്. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂത്രാശയം, മൂത്രനാളം എന്നിവിടങ്ങളിലെ രോഗാണുക്കളെ കഴുകിക്കളയാൻ നമുക്ക് പറ്റുന്നു. അവോയ്ഡ് ടൈംലി urination cause infection in the inner membrane of urinary tract. ദീർഘനേരം നമ്മൾ മൂത്രം ഒഴിക്കാതെ വെക്കുമ്പോൾ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും എന്തുണ്ടാവും? അണുബാധ ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ട്. ഇനി ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ആർ റീച്ച്ഡ് ഇൻസൈഡ് ദി ഹ്യൂമൻ ബോഡി ദാറ്റ് ആർ ചേഞ്ച്ഡ് ഇൻടു ഹാർംലെസ് സബ്സ്റ്റൻസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വിഷാംശമുള്ള വസ്തുക്കൾ ഉണ്ടാകും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ വിഷാംശത്തെ നിർവീര്യമാക്കാൻ നമുക്ക് കഴിയും അല്ലെ. സോ നെയിം ദ ഓർഗൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ആക്ടിവിറ്റി. ഇതിന് സഹായിക്കുന്ന അവയവം ഏത്? കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. നമുക്കറിയാം ലിവർ ആണ്, കരളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അമോണിയ, അമോണിയ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർത്ത് എൻസൈമുകളുടെ പ്രവർത്തനം വഴി എന്തായി മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഐഡന്റിഫൈ ദ ജോയിന്റ്. നമുക്കറിയാം അല്ലെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ഗോളര സംഗതി എന്ന് പറയും. എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? ഷോൾഡറിലും ഹിപ്പിലൊക്കെ നമ്മൾ കാണുന്നു. തോൾവലയത്തിലും ഇടുപ്പിലൊക്കെ നമ്മൾ കാണുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. വേർ ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ? ഹൗ ഡസ് ബ്ലഡ് ക്യാരി ഓക്സിജൻ? ഓക്സിജന്റെ ഗാഢത കൂടുതലുള്ളത് എവിടെയാണ്? രക്തത്തിലൂടെ ഓക്സിജൻ സംഭവിക്കപ്പെടുന്നത്. ഓക്സിജന്റെ ഗാഢത കൂടുതൽ എവിടെയാണ്? നമ്മുടെ ആൽവിയോളസിന്റെ ഉള്ളിലാണ്. ഇതെങ്ങനെയാണ് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. അങ്ങനെയാണ് രക്തത്തിലൂടെ എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്.
ഇനി അനലൈസ് ഇല്ലസ്ട്രേഷൻ. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവുന്നു, അത് ബാക്ടീരിയയിലും ഈസ്റ്റിലും എന്തായി മാറുന്നു എന്നാണ്. ബാക്ടീരിയയിൽ നമ്മൾ പഠിച്ചതാണ് ലാക്ടിക് ആസിഡ് ആകുന്നു. എന്തായി മാറുന്നു? ലാക്ടിക് ആസിഡായി മാറുന്നു. ഈസ്റ്റിലോ ആൽക്കഹോളും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാവുന്നത്. ഡ്യൂറിങ് ഹാർഡ് ഫിസിക്കൽ ലേബർ ചോദിക്കുന്ന ഏത് സന്ദർഭത്തിലാണ് മനുഷ്യ ശരീരത്തിൽ ലാക്ടിക് ആസിഡ് രൂപപ്പെടുന്നത് എന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ആവശ്യത്തിന് നമ്മുടെ മസിൽ സെല്ലിൽ കിട്ടാതെ വരുന്നു. അപ്പൊ മസിൽ സെല്ലിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ മസിൽ സെല്ലിൽ എന്ത് ചെയ്യുന്നു? അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നു, അവായു ശ്വസനം നടത്തുന്നു. അങ്ങനെ അവിടെ എന്തുണ്ടാവുന്നു? ലാക്ടിക് ആസിഡ് ഉണ്ടാക്കപ്പെടുന്നു. Analyze the situation given me to answer the question. തൊട്ടാവാടിച്ചെടിയെ തൊടുമ്പോൾ കൂമ്പുന്നു, അതിന്റെ ട്രോപ്പിക്കൽ മൂവ്മെന്റ് എഴുതണം. ആൻഡ് ക്ലൈംബേഴ്സ് ഗ്രോ ആൻഡ് സപ്പോർട്ട്. ഹൗ ഡു ദീസ് മൂവ്മെന്റ് ഡിഫർ ഫ്രം ഈച്ച് അതർ? ഇവിടെ നമുക്ക് ഇവിടെ പറയുന്ന മൂവ്മെന്റുകൾ ഏതാന്ന് എഴുതണം, രണ്ടിന്റെ വ്യത്യാസവും എഴുതണം. തൊട്ടാവാടിനെ തൊടുമ്പോൾ തൊട്ടാവാടി വാടുന്നതിനെ നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ്, നാസ്തിക ചലനം എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ക്ലൈംബേഴ്സ് അല്ലെ, വള്ളി ചെടികള് ക്ലൈംബ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ പറയുന്നത് ഹാപ്റ്റോട്രോപ്പിസം, സ്പർശക ട്രോപ്പിക ചലനം എന്നാണ്. രണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഹാപ്റ്റോട്രോപ്പിസിൽ ഒരു പ്രത്യേക സ്റ്റിമുലൈ ഉണ്ട്, ടച്ച് ഉണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു ദിശയ്ക്ക് നേരെയാണ് അത് ചലിക്കുന്നത്. നാസ്റ്റിക് ചലനത്തിനോ അങ്ങനെയില്ല. സോ നാസ്റ്റിക് മൂവ്മെന്റ് ഈസ് നോൺ ഡയറക്ഷണൽ, വേറെ ഹാപ്റ്റോട്രോപ്പിസം ഈസ് ഡയറക്ഷണൽ. അപ്പൊ പ്രത്യേക ദിശയ്ക്ക് അനുസരിച്ചുള്ള ചലനം അല്ല നാസ്തിക ചലനം. എന്നാൽ സ്പർശക ട്രോപ്പിക ചലനം എന്താണ്? ദിശയ്ക്കും ഉദ്ദീപനത്തിനും അനുസരിച്ചാണ് ചലിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ഡയറക്ഷനും സ്റ്റിമുലസും നാസ്റ്റിക് ചലനത്തിന് ഇല്ല. ഇവിടെ കുറച്ച് ഡിസീസസ് ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സ് ഇൻ എ ആൻഡ് ബി ആൻഡ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഡിസോർഡർ. ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, വിറ്റമിൻ ആൻഡ് പ്രോട്ടീൻ. പാർട്സ് ഓഫ് ബോൺസ് ഗെറ്റ് ഡാമേജ്. പോറസ് ആൻഡ് വീക്ക് ആവുന്നു അല്ലെ. അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ വന്ന് കാഠിന്യം കുറയുകയും ചെയ്യുന്നത് ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗമാണ്. പെയിൻ, സ്വെല്ലിങ്, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്, അതാണ് സ്പ്രെയിൻ, ഉളുക്ക് എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെ വരുന്നു? ലിഗമെന്റ് പൊട്ടുന്നത് എങ്ങനെയാ? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് അല്ലെ, നമ്മുടെ ഈ ലിഗമെന്റ് പൊട്ടുകയോ വലിയുകയോ ചെയ്യുമ്പോഴാണ് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കൊക്കെ ഉണ്ടാവുന്നത്. ഇനി 3 മാർക്കിന്റെ ചോദ്യം നോക്കാം. അറേഞ്ച് ഗിവൺ സ്റ്റെപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ കറക്റ്റ് ഓർഡർ. തന്നിരിക്കുന്ന രക്തപര്യന ഘട്ടങ്ങൾ വലത് ഏട്രിയത്തിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ ക്രമീകരിച്ച് എഴുതാനാണ്. അപ്പൊ നമുക്കറിയാം, ആദ്യം എന്താ ചെയ്യുന്നത്? രക്തം ശരീരത്തിൽ നിന്ന് നമ്മുടെ വലത് ഏട്രിയം, റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു, ട്രൈകസ്പിഡ് വാൽവ് വഴി. എന്നിട്ടോ വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ അത് നേരെ പൾമനറി ആർട്ടറി വഴി, ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിൽ എത്തുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു? രക്തത്തിൽ നിന്ന് ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ വാങ്ങി ശ്വാസകോശ സിര, പൾമനറി ആർട്ടറി ഏട്രിയം വഴി എന്ത് ചെയ്യുന്നു? പൾമനറി വെയിൻ വഴി എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. എന്നിട്ട് അത് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് കയറുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. അവിടെ നിന്ന് അയോട്ട വഴി, ബൈകസ്പിഡ് വാൽവ് വഴി വെൻട്രിക്കിൾ എത്തി. അവിടുന്ന് അയോട്ട വഴി എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അപ്പം ഓർഡർ വായിച്ചു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, പിന്നെ പൾമനറി ആർട്ടറി, ലങ്സ്, പൾമനറി വെയിൻ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെയാണ് അയോട്ടയിലേക്ക് പോകുന്നത്. മേക്ക് സ്യൂട്ടബിൾ ഫെയർ ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോൺ. അപ്പൊ നോക്കുക, റീജിയൻ ഫ്രം യൂറിൻ ഫ്രം ദ ഫിൽട്ടേഴ്സ് ഫ്ലോസ് ഇൻടു, അതിനെയാണ് നമ്മൾ പെൽവിസ് എന്ന് പറയുന്നത്. ഇതേപോലെ എല്ലാത്തിനെയും പെയർ ആക്കാനാണ് പറഞ്ഞത്. ഡാർക്ക് കളർഡ് ഇന്നർ പാർട്ട് ഓഫ് കിഡ്നി, കിഡ്നിയുടെ കടും നിറമുള്ള ആന്തരഭാഗത്തിനെ നമ്മൾ മെഡുല്ല എന്ന് പറയും. റീഅബ്സോർപ്ഷൻ സെക്രീഷൻ നടക്കുന്ന റീനൽ ട്യൂബ്യൂളിലാണ്. ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂളാണ് ഇഫറൻ വെസൽ. ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലിനെയാണ് നമ്മൾ ഇഫറൻ വെസൽ എന്ന് പറയുന്നത്. Observe the figure and answer the question. Identify the muscle indicated as X and Y. Write any 2 peculiarities of muscle indicated as Y. Mention any one similarity between these 2 muscles. ഇവിടെ എക്സ് ഏത്, വൈ ഏതെന്നാണ്. എക്സ് എന്ന് പറയുന്ന പേശി ഏതാ? നമ്മുടെ കാർഡിയാക്, ഹൃദയ പേശിയാണ്. വൈ മിനുസപേശിയുമാണ്. അപ്പം മിനുസപേശിയുടെ പ്രത്യേകത എന്താണ്? അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കും. ആമാശയത്തിലും കുടലിലൊക്കെയാണ് കാണുന്നത്. സ്പിൻഡിൽ ഷേപ്പ്, സ്പിൻഡിൽ ആകൃതിയിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ ഫീച്ചേഴ്സ് അവിടെ എഴുതുക. ഈ പേശികൾ തമ്മിൽ ഏതെങ്കിലും ഒരു സമാനത എന്താ? രണ്ടും അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഏത് കോശഘട്ടനത്തിൽ ഏത് ഘട്ടമാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. നമുക്കറിയാം, സെല്ലുലാർ റെസ്പിറേഷനിലെ ക്രെബ്സ് സൈക്കിളാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് ചോദിച്ചത്. പൈറുവിക് ആസിഡ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ATP ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ക്രെബ്സ് സൈക്കിളാണ്. ഓണപരീക്ഷയിൽ നിന്നും ചോദ്യങ്ങൾ കുറെ വരുന്നതാണ്. അപ്പൊ ഇതാ ഇവിടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിലിട്ട് ജലബാഷ്പം പ്രത്യക്ഷപ്പെടുന്ന കാണാം. അതിനുള്ള കാരണം എന്താ, പ്രക്രിയ എന്താണെന്ന് എഴുതണം. ഇതിന് സഹായമായ തരത്തിൽ ജലം സുഗമമായി
ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ത്, എങ്ങനെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ജലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഫാക്ടേഴ്സുകൾ ഉണ്ട് എന്നും കൂടെ നമ്മൾ എഴുതണം. മാത്രമല്ല സ്റ്റേറ്റ് ഹൗ ഫാർ സ്ട്രക്ചർ ഓഫ് സൈലം ഇസ് സ്യൂട്ടബിൾ ഫോർ പെർഫോമിംഗ് ദിസ് പ്രോസസ് എഫക്റ്റീവ്ലി. സൈലത്തിന്റെ ഘടന ഈ പ്രക്രിയ നിർവഹിക്കുന്നതിന് എത്രത്തോളം അനുയോജ്യമാണെന്നും കൂടെ വ്യക്തമാക്കണം. ഇവിടെ കാണുന്ന പ്രക്രിയയുടെ കാര്യം ആരാ, ട്രാൻസ്പിറേഷൻ ആണ്, ജല ബാഷ്പീകരണമാണ്, സസ്യസ്വേദനം എന്ന് പറയാം. ഇവിടെ ഈ ഒരു ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ, ട്രാൻസ്പിറേഷൻ ഉണ്ട്, റൂട്ട് പ്രഷർ ഉണ്ട്, കൊയിഷൻ ഫോഴ്സ്, അഡ്ഹീഷൻ ഫോഴ്സ്, ഇതെല്ലാം ഈ ഒരു ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്ന മറ്റു ഫാക്ടറുകളാണ്. ഇനി ഡയമീറ്റർ ഓഫ് വെസൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓഫ് ട്രക്കീഡ്. വെസൽസ് ആർ അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ ആൻഡ് സെൽ walls between the vessel disintegrate, they look like long pipe. കണ്ടോ, സൈലത്തിന്റെ ഘടന ഇതിനെ എങ്ങനെ നിർവഹിക്കുന്നതിന് എത്ര അനുയോജ്യമാണെന്നാണ്. കാരണം സൈലത്തിന് നമുക്കറിയാം ഇതുപോലെ ടാപ്പറിങ് എൻഡ് പോലെ ജോയിൻ ചെയ്താണ് ട്രക്കീഡുകൾ കാണുന്നത്. വെസൽസിന്റെ ഡയമീറ്റർ ഭയങ്കര കൂടുതലാണ് ആൻഡ് അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുഴലുകൾ പോലെ കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ജലത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ജലത്തെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്തത് ഇതാ ഫിഗർ തന്നിട്ടുണ്ട്. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ ഇൻ ദ കിഡ്നിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വൃക്കയുടെ ഏത് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു മക്കളെ? അപ്പൊ ഏത് ഭാഗത്താണ് നമ്മൾ കാണുന്നത്? വൃക്കയുടെ കോർട്ടക്സ് റീജിയനിലാണ് നമ്മൾ കാണുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ. നെയിം ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റർ ദ ബോമാൻസ് ക്യാപ്സ്യൂൾ. അതിനെ നമ്മൾ അഫറന്റ് വെസൽ എന്ന് പറയുന്നു അല്ലെ. ഇത് വണ്ണം കൂടിയത് അഫറന്റ് വെസൽ. നെയിം ദ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറി സീൻ ഇൻ ദ ബോമാൻസ് ക്യാപ്സ്യൂൾ. അതാണ് ഗ്ലോമറുലസ്. രക്തലോമികളായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിനെ ഗ്ലോമറുലസ് എന്നാണ് പറയുന്നത്. അനലൈസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ചോദ്യമാണ്. നെയിം ദ ഫ്ലൂയിഡ്, സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലൂയിഡ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽ. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഇരട്ട സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ കാണുന്ന ദ്രവമാണ് ഇത് പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ദ്രവം. അതെന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ എന്താ, ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ അല്ലെ, ഘർഷണം കുറയ്ക്കുന്നു. പിന്നെയോ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താ പ്രത്യേകത, ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് റിബ്സ് റേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്പിറേഷൻ നടക്കാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ റിബ്സ് താഴുന്ന എപ്പോഴാ, ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും, ഉച്ഛ്വാസവും നിശ്വാസവും സാധ്യമാവുന്നത്. 4 മാർക്കിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. പാർട്ട് ഇൻ വിച്ച് ഇതുപോലെ റീഡ്രോ ചെയ്തിട്ട് അൾട്രാ ഫിൽട്രേഴ്സ് എവിടെയാന്ന് കണ്ടെത്തി ലേബൽ ചെയ്യണം. യൂറിൻ ഫിൽട്ടർ ചെയ്യുന്ന ഭാഗം രേഖപ്പെടുത്തണം. പാർട്ട് ഇൻ വിച്ച് ലോങ് ടിബ്യൂൾ ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണെന്ന് എഴുതണം. അപ്പോൾ ഈ ഭാഗം റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നെഫ്രോണുകൾ അതിസൂക്ഷ്മ അരിപ്പുകൾ കാണുന്നത് എവിടെയാണ്, ഏറ്റവും പുറമേ ആയിട്ടുള്ള കോർട്ടക്സ് റീജിയനിലാണ്. അരിപ്പുകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണിത്, നമ്മുടെ പെൽവസ്. ഇതാണ് പെൽവസ്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണുന്നത് എവിടെയാണ്, നമ്മുടെ ഈ മെഡുല്ല റീജിയനിലാണ്. ഇതുപോലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അടുത്തത് ഇതാ നമ്മുടെ ജോയിന്റ്, അസ്ഥിയുടെ സന്ധിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. എക്സ് വൈ എന്താണെന്നാണ്. എക്സ് സൈനോവിയൽ ദ്രവമാണ്, വൈ കാർട്ടിലേജ് തരുണാസ്ഥിയാണ്. എക്സിന്റെ ഫംഗ്ഷൻ എന്താ, ലുബ്രിക്കന്റ് ആയിട്ട് അസ്ഥികൾക്ക് ഒരു സ്നേഹമായി പ്രവർത്തിക്കുന്നു. വൈ എന്ത് ചെയ്യുന്നു, കാർട്ടിലേജ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്, അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ആ പാഠത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. കാപ്പിലറീസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, എക്സ് കാപ്പിലറീസ് ഇൻ ദ ലിവർ. അത് വൈയിലേക്ക് കൊടുക്കുന്നു. ഹെപ്പാറ്റിക് വെയിൻ വിനേക്കവ. നമ്മൾ പഠിക്കുന്ന മറ്റൊരു സർക്കുലേഷൻ ആണിത്. ഇതിനെ നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയും. ഇവിടെ വൈ എന്ന് കൊടുത്തിരിക്കുന്ന ലിവർ കരളാണ്. ഈ സർക്കുലേഷൻ ആണ് പോർട്ടൽ സർക്കുലേഷൻ. എന്താണ് പോർട്ടൽ സർക്കുലേഷൻ? ലഘു പോഷകങ്ങൾ കരളിൽ എത്തേണ്ടത് ആവശ്യകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തു പറയാം, സിമ്പിൾ ന്യൂട്രിയൻസ് അണ്ടർഗോ സെവറൽ ചേഞ്ചസ് ഇൻ ലിവർ അല്ലെ, ലിവറിൽ മാറ്റം വരുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യുന്നു. എനർജി ഊർജ്ജം ഉണ്ടാക്കുന്നു ഫാറ്റി ആസിഡിൽ നിന്ന്. കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും എവിടെയാണ്, ഈ ഒരു ലിവറിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിത്രം പഠിച്ചു വെക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, 40 A+ മേടിക്കണം. ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് മേടിക്കാൻ പറ്റും. ഇതിലും കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ഇന്ത്യ എക്സാമിന് പ്രിപ്പയർ ചെയ്യും.